VS സുനിൽകുമാർ പറഞ്ഞ മുന്നറിയിപ്പ് നമുക്ക് നാട്ടുകാർക്ക് ഒരു മുന്നറിയിപ്പായിട്ട് കൊടുക്കാം. ഇതേപോലെ വെള്ളക്കെട്ടിൽ മഴ പെയ്തിറങ്ങുന്ന സമയത്തുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എലിപ്പനിക്കുള്ള പ്രതിരോധ മരുന്ന് കൂടി കഴിച്ചതിന് ശേഷമേ നിങ്ങൾ ഈ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങാവൂ. നിങ്ങൾ ആളുകളെയൊക്കെ രക്ഷിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ എലിപ്പനിക്കുള്ള മരുന്ന്, പ്രതിരോധ മരുന്ന് കൂടി നിങ്ങളൊന്ന് കഴിച്ചിരിക്കണം. VS സുനിൽകുമാർ നമ്മൾ ജെയ്സൺ ഇട്ട മെസ്സേജാണ്, അത് പ്രേക്ഷകർക്ക് കൂടി നമ്മൾ വിവരം നൽകുന്നു. പറഞ്ഞോളൂ ജെയ്സൺ, എന്താണ് അവിടുത്തെ അവസ്ഥ ഇപ്പോൾ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂരിൽ ഇത്രയും ശക്തമായൊരു മഴ ഈ സമയത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂർ നഗരത്തിൻ്റെ വിവിധ ഉയർന്ന മേഖലകളിലുള്ള എല്ലാ മാലിന്യങ്ങളും ഒഴുകിയെത്തുക എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം. കാരണം ആശുപത്രി മാലിന്യങ്ങളുണ്ട്, കക്കൂസ് മാലിന്യങ്ങളുണ്ട്, മറ്റേ അറവുശാലയിലെ മാലിന്യങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരം ഏറ്റവും വലിയ മാലിന്യങ്ങൾ, ഏറ്റവും മോശപ്പെട്ട മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് ഇതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രിക്കോഷൻ എന്നത് അനിവാര്യമാണ്. ഇപ്പോൾ നമുക്ക് ആ വീടുകളിലെ സ്ഥിതിയിലേക്ക് പോയാൽ എല്ലാ വീടുകളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ചില വീടുകളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്നു എന്നതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. അതിനുള്ള കാരണം എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, കഴിഞ്ഞ 2017 പ്രളയത്തിൽ നമ്മൾ കണ്ടതാണ്. അവസാന നിമിഷം വരെ പ്രതീക്ഷയോടുകൂടി തൻ്റെ വീട് വിട്ടുപോകാൻ മടിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ മഴ തൽക്കാലം നിൽക്കാനുള്ളൊരു സാധ്യതയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളം ചെറിയ തോതിൽ കുറയുന്നു എന്നൊരു തോന്നലുണ്ടായപ്പോഴാണ് ആളുകൾ, ഈ പരിസരത്തെ 10ഓളം വീട്ടിലെ ആളുകൾ പറഞ്ഞത് ഇവിടെ ഞങ്ങളിപ്പോൾ മാറുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ മഴ ഇനി വീണ്ടും കനത്താൽ വെള്ളം കൂടും, അതോടൊപ്പം തന്നെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ അതിന് ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ഇപ്പോൾ ഫൈബർ ബോട്ട് എത്തിച്ചിട്ടുണ്ട്. മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ലെങ്കിൽ ആളുകളെ കർശനമായ നിർദ്ദേശത്തോടു കൂടി തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും. എങ്കിൽ പോലും മഴയുടെ ആധിക്യം, അതുപോലെ തന്നെ മാലിന്യം ഒഴുകി വരുന്നതെല്ലാം ആരോഗ്യ ഭീഷണി കൂടി ഉയർത്തുന്നുണ്ട്. നേരത്തെ VS സുനിൽകുമാർ തന്നെ നമുക്ക് നൽകിയ സന്ദേശം ഇത്തരത്തിൽ ഒരുപാട് പേർക്ക്, ഈ വാർത്ത കാണുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കുമുള്ളൊരു സന്ദേശമാണ്. എത്രയും പെട്ടെന്ന് പ്രതിരോധ മരുന്ന് എടുക്കുക എന്നത്. ഞങ്ങൾ 3 പേരും പെട്ടെന്ന് തന്നെ അപ്പുറത്ത് പോയിട്ട് ജനൌഷധിയിൽ നിന്ന് പോയിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിച്ചു. കാരണം അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നതാണ്. ഇത് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. ഇപ്പോഴും മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മണിക്കൂറുടെ പെയ്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാവും അല്ലേ ജെയ്സൺ? തീർച്ചയായും ഇപ്പോൾ തന്നെ തൃശ്ശൂർ നഗരം ഏതാണ്ട് സ്തംഭിച്ച മട്ടാണ്. തൃശ്ശൂർ നഗരത്തിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. എല്ലാ ഇടവഴികളിലും വെള്ളം കയറി കഴിഞ്ഞു. തൃശ്ശൂർ സ്വരാജ് റൗണ്ട് എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട, ചേച്ചി അവസാനം പാത്രക്കെടുത്ത് പോവായോ? മോളം മരുന്ന് സാധനങ്ങളൊക്കെയാണ്, ബുക്സും അതിങ്ങോട്ട് എടുത്തു. ബാക്കിയൊന്നും എടുക്കാൻ വെള്ളം ഇറങ്ങിയിട്ട് വരാം അല്ലേ? അതന്നെ, അങ്ങനെ നോക്കാം. ആയിക്കോട്ടെ. അപ്പോൾ ആ നിസ്സഹായതയും നിസ്സംഗതയും നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കാഴ്ചകളാണ് പലയിടങ്ങളിൽ നിന്നുമുണ്ട്. ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്ത് കൂടി പോകാം. ജെയ്സൺ എന്തായാലും സുരക്ഷിതമായി റിപ്പോർട്ട് ചെയ്യൂ. ഈ പ്രതിരോധ മരുന്നുമൊക്കെ കൃത്യസമയത്ത് എടുക്കുക. അതുപോലെ നമ്മുടെ പ്രവീണിനോട് നമുക്കിത് പറയാനുണ്ട്. പലയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. പലയിടങ്ങളിലും മണ്ണിടിയുകയും ചെയ്തിട്ടുണ്ട്, വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ വെള്ളച്ചാട്ടങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. ഇടുക്കിയിലും വലിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ജലപാതമുണ്ട് പാതയുടെ ഇരുവശങ്ങളിലും. മലയോര മേഖലകളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക, പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മാത്രമല്ല വെള്ളം കയറി തുടങ്ങിയാൽ ഇപ്പോൾ പെയ്യുമല്ലോ, ഇപ്പോൾ ഒഴിയുമല്ലോ എന്ന് കരുതി കാത്തിരിക്കരുത്. ആദ്യം കിട്ടുന്ന സംവിധാനത്തിൽ നിങ്ങൾ അവിടെ നിന്ന് വീടൊക്കെ പൂട്ടി രക്ഷപ്പെടുക. വൈദ്യുതി ഓഫാക്കാൻ കൃത്യമായിട്ടും നിങ്ങൾ മറക്കരുത്. വൈദ്യുതി ഓഫാക്കി തന്നെ പോവുക. കാർ ഏതെങ്കിലും തരത്തിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോയാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയരുത്. കാറ് വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോയാൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനുള്ളിലേക്ക് വെള്ളം കയറും. അങ്ങനെ കയറിയാൽ പിന്നെ എഞ്ചിൻ്റെ കാര്യം തഥൈവ. പ്രത്യേകം ശ്രദ്ധിക്കുക.